നമസ്കാരം സർ. വലിയ തമ്പുരാൻ തമ്പുരാൻ മുകളിലുണ്ട്, വന്നാട്ടെ. ചീഫ് മിനിസ്റ്റർ R.D. നായനാർ സാർ. ഇരിക്കാം. നമ്മെ ഓർമ്മിച്ചതിലും ഇവിടം വരെ വന്നതിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. തൃപ്തിയായി കേട്ടോ. വരണമെന്നും അവിടുത്തെ ഒന്ന് കാണണമെന്നും ആഗ്രഹം തോന്നി. നാം ഒരു കൂട്ടം പറഞ്ഞാൽ നീരസം തോന്നരുത്. എന്താണാവോ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ നമ്മെപ്പോലുള്ളവരോട് പുച്ഛവും അനിഷ്ടവുമായിരിക്കുമെന്നാണ് നാം കരുതിയത്. തന്നെപ്പറ്റി ഒരുപാട് കേട്ടിരിക്കുന്നു. ഇവിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ആയിരുന്നപ്പോഴുള്ള കഥകൾ ഒരുപാട് സഹിച്ചു അല്ലേ? തന്റെ കണ്ണുകൾ നാം ശ്രദ്ധിച്ചു. അതിൽ കനലുണ്ട്, തീക്കനൽ. അത് കടാതെ ആരും കെടുത്താതെ സൂക്ഷിക്കണം. തകർത്തവൻ ആരായാലും അവൻ തകർന്നതുവരെ പകരം വീട്ടണം. മനസ്സ് മതിയെന്ന് പറയുന്നവരെ ശിക്ഷിക്കണം. പിന്നെ പണ്ട് നാട് ഭരിച്ചിരുന്ന ഈ പഴയ മഹാരാജാവിനെ ഇപ്പൊ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ: നമ്മുടെ നാടിനെയും പ്രജകളെയും കഷ്ടപ്പെടുത്തരുത്. കഷ്ടപ്പെടുത്തുന്നവന് കഠിനമായ ശിക്ഷ കൊടുക്കണം. ശിക്ഷിക്കാൻ തമ്പുരാൻ. മരം മുറിക്കുന്നതിന് മുമ്പ് മരത്തിനോട് തന്നെ അനുവാദം വാങ്ങുന്ന പോലെ അങ്ങയോട് അനുവാദം ചോദിക്കുകയാണ്. തെറ്റ് ചെയ്ത പ്രജാപതികളെ ശിക്ഷിക്കുമ്പോൾ ഈ മനസ്സ് വേദനിക്കരുത്. വേദനിച്ചാലും അങ്ങനെ ശപിക്കണം. ശപിക്കുകയോ? വിജയം നേരുന്നു. ഞാനങ്ങോട്ട് പോയി വരൂ. മന്ത്രി രാജാവിനെ തേടി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. മിടുക്കൻ. സമ്പ്രദായങ്ങളൊന്നും താൻ തെറ്റിച്ചില്ല. ഗുഡ്. ക്ഷണിക്കാതെ വരുന്ന അതിഥിക്ക് ആതിഥേയന്റെ മനസ്സ് പോലെയാണ് ആതിഥ്യം. ബോധത്തോടെ അല്ലെങ്കിലും നീ പറഞ്ഞത് സത്യമാണ്. നിന്റെ മനസ്സ് പോലെ തന്നെ ചീഞ്ഞതാണ് നീ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഈ പാലസിന്റെ പവിത്രത നിനക്കറിയില്ല. വില നിനക്കറിയില്ല. അറിയാം. രാജാക്കന്മാരുടെ രാജാവ്, സകല പ്രതാപങ്ങളുമുള്ള ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ വാഴുന്ന കൊട്ടാരം. ആ കൊട്ടാരം വാഴുന്ന തമ്പുരാന്റെ മേനി ദിവ്യമാണ്. ആ പൂമേനിയിൽ പൂഴി മണൽ പോലും വീഴാതെ സൂക്ഷിക്കാൻ ചുറ്റും കൊട്ടാര പട്ടാളക്കാർ. നിർദ്ദേശങ്ങൾ ഉത്തരവുകളാണ്. പാലിക്കാൻ രാഷ്ട്രീയ ബാല്യക്കാരും. സഞ്ചാരങ്ങൾ ഘോഷയാത്രകളാക്കി, ഭക്ഷണം അമൃതാക്കി ഭക്ഷിക്കുന്ന മനുഷ്യരിൽ പരമദിവ്യൻ. മണ്ണിൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ. നിന്റെ ഓരോ പര്യായങ്ങളും നിന്നേക്കാൾ കൂടുതൽ അറിയുന്നത് എനിക്കാണടാ. അറിവിന്റെ കെട്ടഴിച്ച് കാണിക്കാനാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? കൊടിച്ചിപ്പട്ടിക്ക് നെറ്റിപ്പട്ടം കെട്ടാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഞാൻ വന്നത് നീ ഒടിച്ചു കളഞ്ഞ ഈ കാലൊന്ന് നിന്നെ കാണിക്കാന്. പിന്നെ ഈ കാർഡ് ഡൽഹിയിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അഗർവാളിന്റെ. നാളെ നിനക്കിത് ആവശ്യം വരും. പഴയ IPS കാരനല്ല ഇത് പറയുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി രാമദേവൻ നായനാർ. സംസ്ഥാന മുഖ്യമന്ത്രി? ഒരുപാട് മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നും ഇന്നും മന്ത്രിവർഗം വിഡ്ഢികളാ, തന്നെ പോലെ. കൂണുനൂലിട്ട് പാളത്താറ് കൊടുത്ത് നിന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നിരുന്ന പഴയ കൊട്ടാര മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവാം. ജനാധിപത്യം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അധികാരത്തിലേറി പിറ്റേന്ന് നിന്റെ ദർബാറിൽ വന്ന് നിനക്ക് പാദസേവ ചെയ്തിരുന്ന ഖദറുടുപ്പിട്ട പുതിയ മന്ത്രിമാരെയും നീ കണ്ടിട്ടുണ്ടാവാം. അധ്വാനിക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും തിളയ്ക്കുന്ന രക്തം ചിന്തയിലും കൊടിയിലും ഏറ്റുവാങ്ങി അവർക്ക് വേണ്ടി പോരാടുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ നീ കണ്ടിട്ടുണ്ടാവില്ല, അടുത്തറിഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ ചൂടും അടിയുടെ വേദനയും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. എനിക്ക് നീ തന്നതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് തിരിച്ചു തരും, പലിശ അടക്കം. കഴിയുമെങ്കിൽ നിനക്കെന്നെ നേരിടാം വിത്ത് യുവർ ഫുൾ ആർമി. കാണാം.
ബോംബെ പോലീസിന്റെ ഫാക്സ് മെസ്സേജ്. പാർട്ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അവർ നേരത്തെ റെഫർ ചെയ്തിരുന്നു. ബോംബെയിൽ നിന്ന് ഒരു വാടക കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. മഹാരാഷ്ട്ര പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്രൊഫഷണൽ കില്ലർ, സ്പെഷ്യലൈസ്ഡ് ഇൻ പൊളിറ്റിക്കൽ അസാസിനേഷൻ, എ ഷാർപ്പ് ഷൂട്ടർ. എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം. ആർഡിക്ക് ചുറ്റും മഫ്റ്റിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി വിംഗ് ഉണ്ടായിരിക്കണം. അതിന്റെ ഇൻചാർജ് സേവിയർ ആയിരിക്കും. ആർഡിയുടെ ഔട്ട് സ്റ്റേഷൻ പ്രോഗ്രാമും ടൂറും ഈവൻ പേഴ്സണൽ ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിലെ സെക്യൂരിറ്റി ചാർജും അബുട്ടിക്ക്. ശരി സാർ. CM-ന്റെ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് നേരത്തെ ഇടണം. സാർ. മരണത്തിൽ നിന്ന് ഞാൻ ആർഡിയെ തിരിച്ചു കൊണ്ടുവന്നത് മറ്റൊരു ദുരന്തത്തിലേക്കാവരുത്. കൊടുത്തു തീർക്കാനും ഒടുക്കി ഒതുക്കാനും ഒരുപാടുണ്ട്. അടിച്ചുടച്ച കാലിന്റെ ശക്തിയും വീര്യവും ആർഡിയുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവനെ തിരിച്ചു കൊണ്ടുവന്നത് അതിനാണ്. I don't want him to come back. ഓനെ നുറുക്കി 1,16,16 കഷണങ്ങളാക്കി കത്തിച്ച് ചാമ്പലാക്കി അടയ്ക്കാത്തോട്ടത്തിൽ ഇട്ടാലേ ഞമ്മക്ക് സമാധാനം കിട്ടൂ. അല്ലെന്നാ പറഞ്ഞേ, അമുക്കേ കബൂലാക്കേ. ഈ നായിന്റെ മോനെ കൊണ്ട് ഇതുവല്ലോ നടക്കുവോ? നാളെ ഭൂമിയിൽ അവന്റെ അവസാനത്തെ ദിവസമായിരിക്കണം. Tomorrow must be his last day, and today's supper must be his last supper. Don't worry. There is no bullet in this. That one bullet is only for him. He will die. There's no comeback as far as I'm concerned. Is it okay for you? Your Highness Pratap Verma? Very much enough. വരണം സഖാവേ. അതെ, ഒരു പത്രയ്ക്ക്. എന്താ ഇത്? പ്രസാദം. ഇത്രയും കാലമായിട്ട് ഇന്നലേക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? ഇന്നെങ്കിലും. ഇന്നെന്താ പ്രത്യേകത? സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ദിവസം, അത്രയല്ലേ ഉള്ളൂ. ഇന്നലെ ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രങ്ങളിൽ ഇന്നലെ വിശ്വസിക്കുന്ന ദൈവങ്ങളില്ല, അവരുടെ അത്ഭുതങ്ങളുമില്ല. മനുഷ്യ പ്രയത്നവും മനസ്സിന്റെ നന്മയും മാത്രമേ ഉള്ളൂ. ആർഡിക്ക് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചാൽ മതി. ആര് പ്രാർത്ഥിച്ചാലെന്താ? ഐശ്വര്യം നിങ്ങൾ രണ്ടുപേർക്കും അല്ലേ? ആര് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി. പിന്നെ സ്ഥാനാർത്ഥി ഒരു ചീഫ് മിനിസ്റ്റർ കൂടി ആവുമ്പോൾ വോട്ടർമാരെ അധികാര ബലത്തിൽ സ്വാധീനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഡെയിലി റിപ്പോർട്ട് വേണം. വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റും തരണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വാരിക്കോരി ചെലവാക്കാൻ ഖജനാവിൽ പണമൊന്നുമില്ല സാർ. ഇദ്ദേഹം കൊട്ടാരത്തിലല്ല ജനിച്ചത്, കുടില്ല. കല്യാണം കഴിച്ചതുപോലും 5 പൈസ സീനം വാങ്ങിക്കാതെ. ആ പരമനാറി അമ്മായി അച്ഛൻ 5 പൈസ അവന് സീനം തന്നു. ഭാര്യയുടെ ശമ്പളം കൊണ്ടാണ് വീട്ടുചെലവ് നടക്കുന്നത് പോലും. അല്ല സാർ, നമുക്ക് ഇറങ്ങാം. എന്ത് എന്ത് സിന്ദാബാദ് 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 സിന്ദാബാദ്
തനിക്ക് അഭിമാനിക്കാം രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന്. എന്നെ എതിരാളിയായി കിട്ടാനും വേണം ഒരു ഭാഗ്യം. യെസ്, ഐ എം ദ ലക്കിയസ്റ്റ്. തന്നെ പോലെ ഒരു ഫോർത്ത് റേറ്റ് എതിരാളിയെ കിട്ടിയതിലല്ല, തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ. അംഗക്കലിപ്പ് വേണ്ട. ഒരു പ്രത്യേക ശാസ്ത്രത്തിനും ഒരു ജനകോടിക്കും നിന്റെ മന്ത്രിക്കസര നിലനിർത്താൻ കഴിയില്ല. മന്ത്രിക്കസരയിൽ ഇരിക്കുന്നതിലും സുഖം എനിക്ക് നിന്റെ പട്ടടയിൽ ഇരിക്കുന്നതാണ്. Adit, you are all right? I'm all right. I'm all right.